ഈ സൈലന്റ് വാലിയുടെ സൈലൻസിനെ ഭേദിക്കുന്ന ഒരു സ്പീഷ്യസിനെ കണ്ടെത്തിയിട്ടുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ ശബ്ദമുഖരിതമാക്കുന്ന ഒരു പുതിയ ജനസിൽപ്പെട്ട പുൽച്ചാടിയാണ് കണ്ടെത്തിയത്. മലയാളി ഉൾപ്പെട്ട ഒരു ഗവേഷക സംഘമാണ്. കാടിന്റെ നിശബ്ദതയെ മറികടക്കുന്ന പുൽച്ചാടികളുടെ മറ്റ് 2 സ്പീഷ്യസുകളും പഠനത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കാഴ്ച കാണാം. നിശബ്ദതയുടെ താഴ്വാരമെന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഈ നിത്യഹരിതവനം മൗനം വെടിയുകയാണെന്ന കണ്ടെത്തലാണ് പുറത്തു വരുന്നത്. അജരേത സൈരന്ത്രിയൻസിസ്, അതാണ് ഇവിടെ പുതുതായി കണ്ടെത്തിയ പുൽച്ചാടി ജനുസിൻ്റെ പേര്. പുൽച്ചാടിയുടെ ശബ്ദം രേഖപ്പെടുത്തിയതാണ് ഈ പഠനത്തിൽ വഴിത്തിരിവായത്. പാഴ്ത്തടിയിൽ ഒളിച്ചു കഴിഞ്ഞ് രാത്രിയിൽ ശബ്ദവീചികൾ പുറപ്പെടുവിക്കുന്ന പുൽച്ചാടി വർഗമാണിത്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള രാജ്യാന്തര യൂണിയന്റെ ഭാഗമായിട്ടായിരുന്നു വയനാട് സ്വദേശിയായ ഡോക്ടർ ധനീഷ് ഭാസ്കർ ഉൾപ്പെട്ട 3-അംഗ സംഘം ഗവേഷണം നടത്തിയത്. ക്രിക്കറ്റ്സിനെ ഡോക്യുമെൻ്റ് ചെയ്ത കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഇനം അത് പുതിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ അജരട്ട സൈരന്ത്രിയൻസിസ് എന്ന് പറഞ്ഞു. നമ്മൾ സൈലന്റ് വാലി സൈരന്ത്രി എന്ന് കിട്ടിയത് കൊണ്ട് സൈരന്ത്രിയൻസിസ് നമ്മൾ പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത സമയത്താണ് നമുക്ക് കുറച്ചുകൂടെ ടാക്സോണമിക് മിസ്റ്ററീസ് സോൾവ് ചെയ്യാൻ പറ്റിയത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ലാൻഡ്രവിനെ എന്ന് പറയുന്ന സബ് ഫാമിലിയിൽ പെടുന്ന ഒരു ഗ്രൂപ്പാണ്. സൈരന്ത്രി വനം എന്നറിയപ്പെടുന്ന സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമമാണ് പുതിയ ജനുസിന് നൽകിയത്. ഇതിനൊപ്പം കർണാടകയിൽ നിന്നും തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നും 2 പുൽച്ചാടി സ്പീഷീസുകളെയും പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി. സൈലന്റ് വാലിയുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് പഠനം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. മനോരമ ന്യൂസ്, വയനാട്. ഈ കാടിൻ്റെയൊക്കെ ഒച്ച കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാടിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ശബ്ദം ഇപ്പോൾ കേട്ട ഈ ശബ്ദമാണല്ലേ. പക്ഷേ ഇത് ചീവീടാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഈ പുൽച്ചാടി ഇനത്തിൽപ്പെട്ട ഈ സ്പീഷ്യസും ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്.